നമസ്കാരം. ഒരു 2 കൊല്ലം മുമ്പ് ഒരു സിനിമ കാണാൻ പോയി. ഒന്നും ആലോചിക്കാതെ ചുമ്മാ ഒരു സിനിമ, ഒരു കന്നഡ പടം വരുന്നു, തമിഴ് ഡബ്ഡ് കാണാമെന്ന് പറഞ്ഞൊരു പടം കാണാൻ കയറി. കാന്താര. ഈ കാന്താര സിനിമ കണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റ് അന്തം വിട്ടുപോയതായിരുന്നു. വൺ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ ഈ സിനിമയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ട് 2-3 കൊല്ലം മുമ്പ്, എൻ്റെ ഈ ചാനലുണ്ട്. അപ്പം പറഞ്ഞു വന്നത്, അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുവാണ്. ഇപ്പം ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി അപ്പം മുതൽ ഓരോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഈ എന്താ പറയുന്നത്, ബസ് അപകടം, ആർട്ടിസ്റ്റുകൾ മരിക്കുന്നത്, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒക്ടോബർ 2-നാണ് റിലീസ്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പൂർത്തിയായതിനു ശേഷം അതിൻ്റെ ഒരു വർക്കുകളൊക്കെ നടക്കുവാണ്. അപ്പോൾ ഈ സിനിമ അന്ന് എടുത്ത പോലെയല്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ സിനിമ യാതൊരു ഹൈപ്പും ഇല്ലാതെ വന്ന് ലാസ്റ്റ് ഏതാണ്ട് ഒരു 10-25-30 ദിവസം തിയേറ്ററിൽ ഓടിയതിന് ശേഷം ഡബ് ചെയ്ത് നോർത്തിലൊക്കെ ഇറക്കിയതാണ്. നോർത്ത്, അതുപോലെ തെലുങ്ക്, തമിഴ്, അങ്ങനെയൊക്കെ ഇച്ചിടെ സ്ക്രീൻസൊക്കെ കൂട്ടി. ഇപ്പോൾ 100 സ്ക്രീനിലാണ് റിലീസ് ചെയ്തെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 400 സ്ക്രീന്, അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു കുഞ്ഞു ബഡ്ജറ്റ് പടം വന്നിട്ട് സെൻസേഷനായ സിനിമയാണിത്. സെൻസേഷണൽ പടമാണ്, സെൻസേഷനായി കളക്ഷൻ വന്ന പടമാണ്. സാധാരണ ഒരു പടം വന്ന് സെൻസേഷനായിട്ട് സെക്കൻഡ് പാർട്ടിലാണ് വൻ കളക്ഷൻ വരുന്നത്. ഇതങ്ങനല്ല. ഇത് ഫസ്റ്റ് പാർട്ട് തന്നെ വൻ കളക്ഷൻ കിട്ടി. കാരണം വൻ കളക്ഷൻ കിട്ടിയെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയുടെ ബഡ്ജറ്റ് അത്രയ്ക്ക് ചെറുതായിരുന്നു. ചെറിയ ബഡ്ജറ്റിൽ വന്നിട്ട് ഒരു വൻ കളക്ഷൻ അടിക്കുമ്പോൾ നമ്മളതിനെ സെൻസേഷൻ എന്ന് പറയത്തില്ലേ, 400 കോടിക്ക് മേലെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ സെക്കൻഡ് പാർട്ട് ഷൂട്ടിംഗ് നടന്നത് ഇത് ഗ്രാൻഡായിട്ടാണ് നടക്കുന്നത്. ഒരു 100-200 കോടിക്ക് മേളിലൊക്കെ ബഡ്ജറ്റിലാണ് ഈ സിനിമ. കാരണം ഋഷഭ് ഷെട്ടിയുടെ ശമ്പളം തന്നെ ഏതാണ്ട് ഒരു 100 കോടി എങ്ങാണ്ടാന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 30 പേര് ഇതിനകത്ത് ബോട്ടിൽ അപകടപ്പെട്ടായിരുന്നു. അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. 30 പേർക്ക് അടുത്തൊരു ബോട്ടിൽ പോയിട്ട് അപകടപ്പെട്ട്, പിന്നെ അവരുടെ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഏകദേശം നശിച്ച്, അങ്ങനെയൊക്കെ ഒരു വിഷയം ഉണ്ടായത്. ഒരു ബസ് ഷൂട്ടിങ്ങിനിടയ്ക്ക് ഇവരുടെ എല്ലാ ആൾക്കാരും, അണിയറ പ്രവർത്തകരൊക്കെ സഞ്ചരിച്ചൊരു ബസ് പറഞ്ഞ് അങ്ങനെ അപകടം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തൊരു മെയിൻ റോൾ ചെയ്യേണ്ടിയിരുന്ന രാജേഷ് എന്ന് പറയുന്നൊരു നടൻ, അദ്ദേഹം മരിച്ചു പോയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന്. പിന്നെ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായി, ഷൂട്ടിംഗ് സെറ്റൊക്കെ തകർന്നു പോയിരുന്നു. പിന്നെ 3 മരണങ്ങളാണ്. മലയാളിയായിട്ടുള്ള ഒരു കലാഭവൻ നിജു എന്ന് പറയുന്ന ഒരു വ്യക്തി അടക്കം മരിച്ചു പോയായിരുന്നു. പിന്നെ വനമേഖലകളിൽ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചതിന് ഫസ്റ്റ് പാർട്ടിൽ തന്നെ അതുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പ്രദേശവാസികളാണ് ഇത് കേസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം അതിജീവിച്ച് ഋഷഭ് ഷെട്ടി ഈ സിനിമ പൂർത്തിയാക്കി. അദ്ദേഹം അത് ക്ലീനായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. 250 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സിനിമ തുടങ്ങിയപ്പോൾ തന്നെ പല എതിർപ്പുകളുണ്ടായെന്ന് പറഞ്ഞാൽ, ഇതൊരു ഡിവൈൻ രീതിയിൽ, അതായത് ഒരു ഭക്തി മാർഗത്തിൽ ആ ഒരു റൂട്ടിൽ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ദൈവകോപം സിനിമാറ്റിക്കായിട്ടൊക്കെ എടുക്കുമ്പം, ഇതൊരു പാട്ട് തന്നെ വരാഹി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്, വരാഹമൂർത്തി. അപ്പം തെയ്യം, തുളുനാടൻ തെയ്യമാണ്. നമ്മുടെ നാട്ടിൽ തെയ്യമാണ് മെയിനായിട്ട്. കണ്ണൂർ ആ ഭാഗത്ത്, വടക്കേ കേരള ഭാഗത്തൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ തെയ്യം. അപ്പോൾ ഇവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യത്തിന് തന്നെ വേറെ രൂപത്തിലാണ് ഇവരുടെ കർണാടക ഭാഗത്ത്. അപ്പം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, വേറൊരു പേരാണ്, ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ ഒരു ഭക്തി, ഒരു ചുമ്മാ എടുക്കേണ്ടതല്ല, അതിൻ്റേതായ രീതിയിൽ ഭക്തിയോടെ തന്നെ അതിൻ്റെ വ്രതങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ആൾക്കാരൊക്കെ ഷൂട്ടിങ്ങിനിടയ്ക്ക് മരിച്ചു പോകുന്നതും, ഈ പടത്തിന് അങ്ങനെ തന്നെ വൻ പ്രൊമോഷനാണ് ഈ പടത്തിന് കിട്ടിയേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രോവേഴ്സികൾ ഉണ്ടാകുമ്പോഴല്ലേ 4 പേര് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ ഈ തൊപ്പിയുടെ വിഷയത്തിൽ തന്നെ അവരുടെ ആ ടീമിന് ഇച്ചിരി ഒരു റീച്ച് കിട്ടി. ഒരു കോൺട്രോവേഴ്സി ഉണ്ടായി, മമ്മൂൻ്റെ കേസ്. അപ്പോൾ അതുപോലെയാണ് ഇതും. ഒരു കോൺട്രോവേഴ്സി ഉണ്ടായപ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായി. പിന്നെ പുരാതന കഥ തന്നെയാണ്, ഭയങ്കര സെറ്റും വർക്കും ഒക്കെ അടിപൊളിയാണ്. ഞാൻ അതിനകത്ത് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എന്തൊക്കെയാണ്, നമുക്ക് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്നാണ് ഇത് റിലീസ്. ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ കാണണം. ഫസ്റ്റ് പാർട്ട് കണ്ടു, സെക്കൻഡ് പാർട്ടും കാണണം. ഓക്കെ.
ഫസ്റ്റ് FDFS ആരൊക്കെ പോവും നമുക്കൊന്ന് കാണാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.